ഓരോ പള്ളികളിൽ ബക്കറ്റുമായിട്ട് പോയി നിന്ന് ഞാനും എൻ്റെ മക്കളും കൂടെ പിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ മരുന്നും അതിൻ്റെ ചിലവുകളും നടത്തിയ അവസ്ഥ വരെ ഈ അടുത്തുണ്ടായി. എനിക്ക് ഈ 2 മക്കൾക്കും ഒക്കെ അല്ലാതെ ആരുമില്ല. എൻ്റെ കിഡ്നി കൈക്ക് കൊടുക്കാമെന്നുള്ള ഇതിൽ ടെസ്റ്റുകളെല്ലാം നടന്നു. പക്ഷേ എൻ്റെത് കൈക്ക് ചേരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇരട്ടി ചിലവായിട്ട് 10-60 ലക്ഷത്തിന് മേലെ ചിലവ് വരുന്നത് കൊണ്ട് ഞങ്ങളുടെ വീടും വസ്തു 5 സെൻറ്റ് വസ്തു വീടും കൂടെ ഉള്ളത് വഴി പോലും ഇല്ല. ഒരാൾക്ക് കഷ്ടിച്ച് കയറി വരാൻ പറ്റുന്ന വഴിയേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് ഒരു തരി ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്ത് ജീവിച്ച് കുടുംബത്തെ നോക്കിക്കൊള്ളാമായിരുന്നു. പക്ഷേ അതിനുള്ള നിവൃത്തിയില്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് എന്നെ സഹായിക്കണം. പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ CR മഹേഷ്, കരുനാഗപ്പള്ളി MLA ആണ്. എന്നോടൊപ്പം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം, ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ടവരാണ് ഒരുമിച്ച് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്നോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട ശ്രീ അനീഷ് ചെറുപ്പക്കാരനാണ്. 45 വയസ്സുള്ള ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. കഴിഞ്ഞ 10 വർഷമായി അനീഷ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതെല്ലാം അനുഭവിച്ച് എല്ലായിടത്തും വഴിമുട്ടി എല്ലാ വാതിലുകളിലും കൊട്ടിയടഞ്ഞ് അവസാനം ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ കണ്ണിൽ ഇരുട്ട് കയറുന്ന നിമിഷത്തിലാണ് നാട്ടുകാരോട് ഞങ്ങളെല്ലാവരും കൂടി അനീഷിൻ്റെയും കുടുംബത്തിനും വേണ്ടിയിട്ട് കൈനീട്ടുന്നത്. ആദ്യം ഒരു ചെറിയ സ്റ്റോണിൽ തുടങ്ങിയ അനീഷിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി 2 തവണ മേജർ ഓപ്പറേഷന് വിധേയനായി. അതിനുശേഷം ഓട്ടോറിക്ഷ തൊഴിലാളിയായ അനീഷിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒരു കണ്ണിൻ്റെ പൂർണ്ണമായിട്ടും മറ്റേ കണ്ണിൻ്റെ ഭാഗികമായിട്ടും കാഴ്ചപോയി. പലയിടങ്ങളിലും വൈകുന്നേരങ്ങളിലൊക്കെ ഇരുട്ട് വീഴുന്ന സമയങ്ങളിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട അനീഷിൻ്റെ ഓട്ടോ മതിലുകളിലും ആളുകളുടെ കൂട്ടത്തിലും പോസ്റ്റുകളിലുമൊക്കെ ഇടിച്ചു നിന്നു. അങ്ങനെ എല്ലാം പ്രതിസന്ധിയായി. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഷുഗർ ക്രമാതീതമായി വർദ്ധിച്ചു. ഇപ്പോൾ അനീഷ് കരുതിയത് സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളാണെന്നാണ്. ഷുഗർ കൂടി വൃക്ക തകരാറിലായി ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ജീവിക്കാനും അരി വാങ്ങിക്കാനും മാർഗമില്ല, കുഞ്ഞുങ്ങളുടെ പഠനത്തിനും മാർഗമില്ല, ഡയാലിസിസിനും മാർഗമില്ല. ആകെ കാണുന്നത് ഈ വീടും വസ്തുവുമാണ്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇത് വിജയിച്ചില്ല എങ്കിൽ ഈ വീടും വസ്തുവും വിറ്റിട്ട് വേണം അനീഷിൻ്റെ വൃക്ക മാറ്റിവെക്കാൻ. വൃക്ക മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനീഷിൻ്റെ പരിശോധനകളെല്ലാം പൂർത്തിയായി. ലക്ഷക്കണക്കിന് രൂപ വേണം. ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപ ഈ വൃക്ക മാറ്റിവെക്കുന്നതും മറ്റ് ശസ്ത്രക്രിയയും ഒക്കെ ആയിട്ട് വേണം. ഭാര്യ ഉച്ച സമയത്ത് നട്ടുച്ച നേരത്ത് റോഡിൽ വിളിച്ചു പോയിക്കൊണ്ട് നിന്ന് പൊതിച്ചോറ് വിറ്റാണ് ഈ കുഞ്ഞുങ്ങൾ അരി വാങ്ങിക്കുന്നത്. ഈ മകൾ 9ാം ക്ലാസ്സിലും ഈ മകൾ 2ാം ക്ലാസ്സിലും പഠിക്കുകയാണ്. മറ്റൊരു മാർഗവുമില്ല. അനീഷിൻ്റെ കുടുംബത്തിന് മുമ്പിൽ നിങ്ങൾ മാത്രമാണ്. ദൈവത്തെ ഓർത്ത് ഇത് സ്ഥിരമായിട്ടുള്ള ഒരു ചാരിറ്റി വീഡിയോ ആയി കാണാതെ അനീഷിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. അനീഷിൻ്റെ കുടുംബത്തെ നിങ്ങൾ വിചാരിച്ചാൽ ഈ 4 ജീവൻ നിലനിൽക്കും. പലപ്പോഴും അനീഷ് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ട്. കുറേ സുഹൃത്തുക്കൾ കൊടുക്കുന്ന ഒരു പ്രേരണ കൊണ്ടാണ് അനീഷ് ജീവിക്കാൻ ഉള്ള ഒരു പ്രേരണയോടുകൂടി പൊരുതാനുള്ള ഒരു പ്രേരണയോടുകൂടി നിൽക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ ദീപ ചന്ദ്രൻ, തുടിയൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ ഡിവിഷനിലാണ് അനീഷ് താമസിക്കുന്നത്. നിങ്ങളുടെ നന്മ നിറഞ്ഞ മനസ്സിൽ മാത്രമാണ് ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഏക അത്താണി എന്ന് പറയുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന, അത് എത്ര ചെറുതായിക്കോട്ടെ, അത് നൽകി അദ്ദേഹത്തെ സഹായിക്കണം. എന്നാൽ മാത്രമേ ഈ കുടുംബത്തിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. ഞാൻ സദ്ദാം, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ. പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ അനീഷിൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിനെ സഹായിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. ഈ കുടുംബത്തിൻ്റെ നിലനിൽപ്പിനായി നാം ഓരോരുത്തരും സഹായിക്കാനായി മുന്നോട്ട് വരണമെന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ വാർഡിന്റെ മെമ്പറാണ്. ഈ രോഗത്തിൽ നിന്ന് ഇന്ന് മുക്തയാക്കാൻ വേണ്ടി ഇനി വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ രഞ്ജിത്ത്, തുടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. ഞാനുമായി വളരെ കാലമായി തന്നെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. ഞാൻ നിയാസ് കുട്ടിയാണ്. സ്ഥിരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ചാരിറ്റി വീഡിയോയുമായി വരുന്ന ഒരാളല്ല. പക്ഷേ ഈ അനീഷിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ കഴിഞ്ഞ 3 വർഷക്കാലമായി എനിക്കറിയാം. എന്നെക്കൊണ്ടാകും വിധം, എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ടാകും വിധം ഇവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി വരുന്ന ചിലവ് ചെറുതല്ല. 10-60 ലക്ഷം രൂപ വേണം. അനീഷിൻ്റെ കിഡ്നി മാറ്റിവെച്ചാൽ ജീവൻ നിലനിൽക്കും, അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവും. ഈ കുഞ്ഞുങ്ങൾ അനാഥരായി പോകും. ഈ 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് ഈ സഹോദരി
തെരുവിലേക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയെ എത്തി നിൽക്കുകയാണ്. ഈ വീട് വിൽക്കാൻ പോവുകയാണ്. ഇത് വിറ്റ് കഴിഞ്ഞാൽ ഇവർ ഒരു വാടക വീട്ടിലേക്ക് പോകാനുള്ള സൗകര്യം പോലുമില്ല. ഈ ചികിത്സ, കിഡ്നി മാറ്റിവെച്ചാൽ പോലും അതിന് ശേഷമുള്ള ഭീമമായ ചിലവ് ഇവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അതിനൊക്കെയും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. പ്രത്യേകിച്ച് എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് ഇവരെ സഹായിക്കാം. വലിയൊരു തുകയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നിങ്ങളെ കൊണ്ടാകും വിധമുള്ള സഹായം ഈ അക്കൗണ്ട് നമ്പറുകളിലേക്ക് അയക്കണം. ഇപ്പോൾ തന്നെ മാറ്റിവെക്കരുത്. ഇവർ രണ്ടുപേരുടെയും പേരിലുള്ള അക്കൗണ്ട് നമ്പറാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തുകൂടി എത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഈ ചികിത്സയിലേക്ക് പോയില്ല എങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദുരന്തത്തിലേക്ക് കുടുംബം പോകും. ഈ കുഞ്ഞുമക്കൾ അനാഥരായി പോകും. അതുകൊണ്ട് നിങ്ങൾ കൈവിടരുത്, നിങ്ങൾ സഹായിക്കണം. പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഒരു നാടൊന്നാകെ എല്ലാം മറന്ന് ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ആ വാക്കുകൾ നിങ്ങൾ കേൾക്കാതിരിക്കരുത്.